ഇതാണ് നമ്മുടെ പാപ്പച്ചൻ. പറഞ്ഞു പറഞ്ഞ് പദം വന്നവൻ എന്നൊക്കെ പഴമക്കാർ പറയാറില്ലേ, അതുപോലൊരു കക്ഷി. ആ ഇന്നത്തേക്കുള്ള വകയായി. ഇത് ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ രാജവെമ്പാലയാ. അറ്റ്ലീസ്റ്റ് പെരുമ്പാമ്പെങ്കിലും ആവാതിരിക്കില്ല. വിശ്വവിഖ്യാതമായ ഈ മഹാപ്രപഞ്ചത്തിൽ നിന്നും തള്ളാൻ കണ്ടന്റുകൾ കിട്ടാത്ത ദിവസങ്ങളിൽ കാണാത്ത സിനിമാ കഥകൾ പറഞ്ഞ് തന്റെ സഹപാഠികളെ തൃപ്തിപ്പെടുത്തുമായിരുന്നു പാപ്പച്ചൻ. 2 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലും ഞാൻ അകത്ത് തന്നെ കിടക്കുമെന്ന് ഓർത്തു അല്ലേ? ഇതിന്റെ ഇലക്ഷൻ ഓഫീസാണ്. എന്തരാ എന്താ റൊട്ടി പോടെ. മാഷേ, പുറത്തേ പേപ്പട്ടി കമ്പിയെ കുരി കിടക്കണു. കുട്ടികളാരും മുറ്റത്തേക്ക് ഇറങ്ങില്ലേ? നമ്മുടെ അഞ്ചേയിലെ പാപ്പച്ചന്റെ അപ്പനാ മീശ മാത്തച്ചൻ. ഏത് പാപ്പച്ചൻ? എന്റെ ക്ലാസ്സിലെ എൽസമ്മ മാത്തച്ചന്റെ. ഓ അവനോ? സിനിമാ പ്രാന്തൻ. ആ സംഭവത്തിന് ശേഷം പാപ്പച്ചന്റെ കഥാപശ്ചാത്തലം അടിമുടി മാറുകയായിരുന്നു. ഇനി പാപ്പച്ചന് പറയാൻ ഈ സിനിമാ കഥകളുടെ ആവശ്യം വരില്ല. നായാട്ടുകാരനായ അപ്പന്റെ വീരകഥകൾ മാമലക്കുന്നിന്റെ കാട്ടുവഴികളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. മാറിയ മൊഴികളിൽ ചിലപ്പോഴൊക്കെ നായകൻ പാപ്പച്ചനായെന്ന് മാത്രം. എടാ അപ്പച്ചൻ പോയി, നീ ഇറങ്ങി പോര്. നീ പോടി തീറ്റ പ്രാന്തി. പോടാന്നാ നീ പോടി അപ്പച്ചാ. ഈശുട്ടേ ഓ പണിയെടുത്ത് കേട്ടില്ലേ? എനിക്കിത് പോരെ. ആ മണി നമുക്കുള്ളല്ലോ. പിന്നെ ഇത് മിനിക്കാതെ ഓടിക്കാൻ നിന്നാലേ പിന്നെ ആ മണി നിർത്താതെ അടിക്കേണ്ടി വരും. ഇപ്പൊ എങ്ങനെ ഉണ്ടോ എന്നാണ്ടാവാൻ? ആ വണ്ടിയുടെ ഗ്ലാസ്സിലല്ലാതെ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം വീണുണ്ടോ? വലിയ KSRTC വീണു. ഇതൊക്കെ ആരോട് പറയാം? വക്കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുവാണ്. എന്നാത്തിനാ മാത്തൻ ചേട്ടാ ഈ വയസ്സാം കാലത്ത് ഇനിയും തോക്ക് ഒന്നര കാട്ടി കയറുന്നുണ്ടോ? ഹക്കീം സാറേ, ഈ മാത്തച്ഛൻ്റെ മോൻ പാപ്പച്ചൻ അതിർത്ത് പെരുമാറുന്നുണ്ടെന്നാ നമുക്ക് കിട്ടിയ വിവരം. ആണോ? നമ്മുടെ നാട്ടുകാർ തന്നെ വരാതെ പറഞ്ഞ. അല്ല ആരാ പാപ്പച്ചന്റെ നാട്ടിലെത്ര ശത്രുക്കള്? അങ്ങനെയൊന്നും ആരും പറയില്ല സാറേ. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ കൂടാൻ അന്നൊരു സഹായത്തിന് കൂട്ടിയതായി തോക്ക്. ഇല്ലാത്ത നിയമം പറഞ്ഞു കൊടുത്ത ബുദ്ധിമുട്ടിക്കരുത്. ഇല്ലാത്ത നിയമോ? അയ്യോടാ, അതെന്നെ വർത്താനാ മാത്തച്ഛ. പൊട്ടിക്കാനല്ലേ പിന്നെ ചെവരി തൂക്കാനായിട്ട് കൊണ്ടുപോകണോ? അതും ഇത്ര പഴയത്. തൽക്കാലം മാത്തൻ ചേട്ടൻ പോയച്ച് സി ഉള്ള പോവാ ചെല്ലേ. CA വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ല സാറേ, ആയതുകൊണ്ടേ. സാറേ ഇത് നോക്ക്. അകത്തേക്ക്
അകത്തേക്ക് ചെല്ലട്ടെ. എന്തിനാ ജെയിംസേ ചുമ്മാ? ഒന്നുമല്ലേലും തന്റെ ക്ലാസ്മേറ്റിന്റെ അപ്പനല്ലേ? അതുകൊണ്ടല്ലേ പ്രകാശ എനിക്ക് അയാളോട് ഇത്ര സ്നേഹം. ഒരു ക്ലാസ്മേറ്റ്. എന്നാ ശരി. ആ ബാലൻ സാറേ, നമസ്കാരം. കുറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ. നമ്മുടെ ഇവിടുന്ന് റിട്ടയർ ആയതാ. ഒരു ബുൾഗാനൊക്കെ കയറിയല്ലോ. മൂത്ത മകളുടെ കൊച്ച ഇവള് പുറത്തേക്ക് പോകാനുള്ള പരിപാടി. നമ്മുടെ സെബാസ്റ്റ്യൻ സാറില്ലേ ഇവിടെ? കുറച്ച് കഴിയില്ലെത്താൻ. ക്ലിയറൻസ് വലുതാണോ? ആ, മാത്തച്ഛൻ എന്നാ പറ്റി? ബാലൻ സാറിന് അറിയോ മാത്തച്ഛനെ? ഞാനും ഈ സ്റ്റേഷനിൽ ഇരുന്നതല്ലേ. ഇതുപോലത്തെ കക്ഷികളെ അറിയാണ്ടിരിക്കുവോ? സ്റ്റേഷനിൽ കയറിയതിന്റെ ഒരു വിറയലുണ്ട് കിളവന്. ആർക്കും മാത്തച്ഛനോ? അതെന്താ സാറേ? വാട്ടുകപ്പയും ചീനിച്ചമ്പന്തിയും തിന്ന് കാട്ടിൽ പൊറുത്ത മുതലല്ലേ. അന്നത്തെ മീശ മാത്തച്ഛന് മൂപ്പ് കൂടുന്നല്ലാണ്ട് അത്ര വിറയ്ക്കാൻ വഴിയില്ല. വെറുതെ ബിൽഡപ്പ് കൊടുക്കല്ലേ ബാലൻ സാറേ, പഴയ ഊരൊക്കെ തീർന്നു. ഒതുങ്ങിക്കിടക്കുന്നതിനെ ചവിട്ടാൻ നിൽക്കണ്ട. നമ്മുടെ നക്ഷത്രത്തിന്റെ പവർ പോരാണ്ട് വരും. നല്ല മൂപ്പുള്ള എല്ലാ പാസ്പോർട്ട് ഒരു സാധനം വെച്ചോടത്ത് കാണത്തില്ല. സിസ്ലി, എന്നാ കാര്യമെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചെകയണ കാണുമ്പോ ഒന്ന് സഹായിക്കാനൊക്കെ തോന്നുള്ളൂ. സിസിലി ഉമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചേട്ടായിക്ക് ഇത് എന്നാത്തിന്റെ കേടാ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കോ? ഒന്നും ചോദിക്കണ്ട. എന്നും ഞാൻ ഇരുന്നോളാം. ലാലപ്പന്റെ കടയിലെ ഒട്ടുപാല് മാറിക്കൊണ്ട്. ഇനി പണയം വെക്കാനേ ഇപ്പൊ ഇട്ട ഈ സാധനം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ. പൈസ കളഞ്ഞോടാ? ഇല്ല, പോക്കറ്റിലുണ്ട്. ആഹാ, ഇതാരൊക്കെയാ? വാ വാ അലങ്കുട്ട, കാപ്പിയൊക്കെ കുടിച്ചോ? അലങ്കുട്ട, പ്രാർത്ഥനയൊക്കെ പഠിച്ചായിരുന്നോ? എവിടെന്ന്? ഇവനൊന്നും പഠിച്ചിട്ടില്ല. നീ വിളി, ഞാൻ എല്ലാം പഠിച്ചു. എന്താ നീ ഒന്നും ചൊല്ലിക്ക പരിശുദ്ധം പറയുമേ? അത് ഇവിടെ ചൊല്ലാൻ പറ്റത്തില്ല. പിന്നെ എവിടെയാ ചൊല്ലുന്നേ? അത് പള്ളി ചെന്നിട്ട്. ഓ, അമ്മയൊക്കെ എന്നെ എടുക്കുന്നു മോളെ? അമ്മ വീട്ടിലുണ്ട്. നിന്റെ 10ാം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പൈസ പൈസയൊന്നും വേണ്ട. അലങ്കുട്ടന്റെ ആദ്യ കുർബാന എന്ന് പറഞ്ഞ ആന്റിക്ക് സ്പെഷ്യൽ അല്ലേ? അയ്യോ, ആന്റി ഇതിന് പൈസ മേടിച്ചില്ലെങ്കിൽ അമ്മ വഴക്കറിയും. അതൊന്നും സാരമില്ല, അമ്മയോട് ആന്റി പറഞ്ഞോളാം കേട്ടോ. വാ. ശരി ആന്റി, പോവാണ്. ടാറ്റാ. കുറച്ച് നാച്ചുറൽ ആയിക്കോട്ടെ. ചാച്ചൻ ഇന്നലെ എപ്പോ എത്തിയായിരുന്നടാ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ വന്നേ? ആ, അത് ഞാൻ മറന്നുപോയി. ഇഷ്ടമുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കും. ഈ നാട്ടില് ഒരു ലൈമാൻ പോരടാ. മതി മതി, നിന്ന് മെഴുകാണ്ട് പോവാൻ നോക്കി. നമുക്ക് ലൈമാന്ന് പേര് മാത്രമേ ഉള്ളൂ. തെങ്ങിന്റെ ചകിരി പോലെ പരുക്കണ്ണുള്ള വിരുദൻ ചിരട്ട മുതിരം നുണഞ്ഞൊരുക്കണ തഴക്കം പോന്നൊരു തൊരപ്പൻ. അല്ല, ഇതിന്റെ പരിപാടി എങ്ങനെ? ഓ, ട്രേഡ് സീക്രട്ട്. അയൽക്കൂട്ടം 3 മണിക്കാണേ ചേച്ചി. ആ ബീന പറഞ്ഞായിരുന്നടി. അയ്യോ,
ഒരു വനിതയുടെ സൗണ്ടല്ലേ കേട്ടത്? എന്താടി എന്താ പറ്റി? പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ട്? പാമ്പ് പാമ്പ് അവിടെ അത്യാവശ്യം വലുതാണല്ലോടി. എന്നാ എന്നെയും കൂടെ തള്ളിക്കിണറ്റിലിട്. എന്ത് വലിയ പാമ്പാ. പണ്ടായിരുന്ന ഞാൻ പിടിച്ചേനെ. നമ്മുടെ പൈരിച്ചേട്ടന്റെ കണ്ടി പാമ്പ് വീണു. പാപ്പച്ചൻ പിടിക്കാൻ നിൽക്കുക. അത് രാജവമ്പാല, പെണ്ണ് രാജവമ്പാല. അതിന്റെ പാമ്പ് ചുരിദാറിട്ടാണോ കിടക്കുന്നത്? എന്താണാവോ പാപ്പച്ചൻ പറഞ്ഞതാ. സംഭവം ഹെവി ആണല്ലോ. വലുത് തന്നെ. വെമ്പാലെ, രാജവെമ്പാല. ഇത് രാജവമ്പാല തന്നെയാന്ന് ഉറപ്പാണോ? എടാ കണ്ടാ അറിയില്ലേ? ഞാൻ കൊച്ചിലോട്ട് എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുള്ളതാ. പുള്ളി കണ്ടിട്ടില്ല. കണ്ടില്ലേ അവന്റെ കണ്ണിലെ തീക്ഷ്ണത? അല്ല അവനാണെന്ന് എങ്ങനെ മനസ്സിലായി? എടാ അവന്റെ പത്തിയിൽ ഇറ് കണ്ടില്ലേ? നോക്ക്. അല്ല ഈ പുറകിൽ ഉറുള്ളത് ഈ മൂർക്കമാമിനല്ലേ? എടാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ? ലോഗോയിൽ ചില വ്യത്യാസമൊക്കെ വരും. സച്ചിനും മെസ്സിയും 10 പക്ഷെ കളിക്കുന്ന 2 കളിയല്ലേ? അങ്ങനെ ആ നാട്ടുകാരെ പേടിയുള്ളവർ കുറച്ച് മാറി നിന്നോളൂ, പ്രത്യേകിച്ച് ഗർഭിണികൾ. അല്ലല്ല അത്രയൊന്നും പോട്ടാ, ഞാനല്ലേ ഇവിടെ. അല്ല ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ. ഇതിട്ട് നീന്താൻ പറ്റുമോ? പാമ്പിന് അത്രയൊന്നും നീന്താൻ പറ്റില്ല. പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മൂടുകളാനായിട്ട് എന്നെ കണ്ട് പകച്ചിരിക്കുക. അപ്പൊ പാപ്പച്ച പാമ്പിനെ പിടിക്കാൻ റെഡിയായി. എല്ലാരും ഒന്ന് കൈയടി പ്രോത്സാഹിപ്പിച്ചേ. കയറ് പിടിച്ചിട്ട് തങ്കച്ച മാത്രം കൈ അടിക്കില്ല. പാപ്പച്ച നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ കുടുക്കിട്ട് പിടിച്ച് ലോക്കായാലേ ആ സെക്കൻഡ് തന്നെ ഞാൻ കയറി വലിച്ചോളാം. എടാ എനിക്ക് എന്നാ പേടി. ഞാൻ കുടുക്കിട്ട് ഉടനെ ഒരു സിഗ്നൽ തരാം. അപ്പൊ പാമ്പ് കുടുക്കിനകത്ത് കയറിയില്ലെങ്കിൽ എങ്ങനെ സിഗ്നൽ തരും? അത് പാമ്പ് വരും. പാപ്പച്ച കടികൊള്ളാൻ നോക്കണേ. നീ അവസരത്തിൽ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ. പേടി ആർക്കാ? പാപ്പത്തിനോ? അത് ചാട് പാപ്പച്ച. ചാടിക്കും പാപ്പച്ച, ഞാൻ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ ചാടല്ലേ? പുല്ലാനിയ. അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന്. ഇവനോ? ഇല്ല ഞാനിപ്പോ പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞ പോകുന്നു. കഷ്ടം. ഒരേ ചോരയാ. പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും. ഡേറ്റാ ക്ഷാമം കാരണം എന്റെ ഈ മാസത്തേക്കുള്ളതാ. ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ബ്രിട്ടോ നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ, പക്ഷെ വരികയല്ല. നമ്മുടെ പൈലച്ചേട്ടന്റെ കിണറ്റിൽ പാമ്പ് വീണല്ലോ. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു. ഈ പാപ്പച്ചനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ്? നിന്റെ വായലെന്താ പഴോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ പാപ്പച്ചൻ ചേട്ടാ, നിങ്ങക്ക് നാണാവില്ലേ? ഓ എന്റെ തൊലി ഉരിഞ്ഞു. പൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും
വാട്സപ്പിൽ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോളോ? ആ കാണിച്ച്. ദേ നോക്ക്. ശ്ശെ, നാറി ചോക്കുട്ടെ. ശ്ശോ. ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പം ചേച്ചാടാ. ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ. സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാൻ പ്ലിങ് അടിച്ച് നേന്ത്രക്കൊലയായനെ. മൂർഖനോടാ കയറേ കെട്ടിക്കളി. അഹങ്കാരി, നീ ആ ജീവനാന്ത കാലം കളിയായിരിക്കണം. ഒരിക്കലും പറക്കാത്ത കളി. ബിജു ആ രണ്ടടിപ്പട്ടി കൊണ്ട് വെട്ടിയിട്ട് ഒരു ചൂടിനുള്ളത്. രാജവെമ്പാല വരുന്നുണ്ട്. ഇനിയിപ്പൊ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. പാപ്പിയങ്ങള് നീ പോന്നു? കുറച്ചേരമായി. ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിയിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് എന്റെ കൊണ്ടുപോകും. പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ എന്ത് വേണേ കിച്ചിക്ക്. ഇവിടെ 5-6 തെങ്ങുള്ള കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രികളെ വന്നില്ലേ? ഇല്ല. നന്നായി, അല്ലെങ്കിൽ തെങ്ങോട് വെട്ടിക്കൊണ്ട് പോയനെ. ഡാ, ഇതിൽ നിന്ന് 3 മൂത്ത് നോക്കിയിട്ടേ വണ്ടി കയറ്റിക്കോ. എടാ കരിക്കെടുക്കല്ലേ. യെസ് മാഡം. ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളിക്കണ്ടറിനെ രക്ഷ. നമ്മുടെ പൈലിച്ചേണ്ട കണ്ടറേ പറ്റി. എടാ കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ. അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ അങ്ങനെ കിടക്കണ പാപ്പച്ച. ആ അത് പറഞ്ഞപ്പോഴാ അമ്മച്ചി ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പർക്ക് ശ്വാസം ഉണ്ടോന്ന്. അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ. വെള്ളം ഒരു കൈ ഒടിഞ്ഞു. എടാ 70 വയസ്സായി നിന്റെ അപ്പനെ 3 കെട്ട് വിറക് കയറിയിട്ടായിരിക്കുന്നേ. പിന്നില്ലടാ അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലേലും എന്നെ കോപ്പിന് അപ്പച്ചനത് എണ്ണയിടൽ മാത്രമല്ലേ ഉള്ളൂ. അത് അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അയ്യടാ നിനക്കത് പറയാ. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണും. ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മച്ചി കേട്ടില്ലേ, ചിക്കൻ കറി ആയിരുന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കുറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ. തുറക്കം അങ്ങോട്ട്. എടാ അച്ചു പോലെ, ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ ആണ്. 1 കിലോ കാണും. അങ്ങ് തോട്ടില് തന്നെ. ഈർക്കിൽ കുറച്ച് 600 ഗ്രാം. നീ ഇത് വെച്ചോ. പിള്ളേർക്ക് ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇത് 20 കിലോ ഉള്ളൂ. നീ ഇപ്പോഴും ഈ കമ്പയില് നൂല് തൂക്കി നടക്കുമോ? എടാ മെഷീൻ ചൂണ്ട മേടിക്ക്. ഞാനിപ്പോൾ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ. ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ കുറിച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കേറിയതാ. അമ്മക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നീടി ഉപ്പ് നോക്കണ്ടേ? ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണം കറി എടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത്. എടി നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വയറ്റിന് പിടിക്കണ്ടേ? മുതുബോധരൊക്കെ കൊണ്ടുപോയിട്ട് പോയതോ. എന്തിനേം പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്ങോട്ടാ മതി ഭംഗി നോക്കിയത്. ഉരി വെച്ചേ പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ചേ. റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല. ഓ എന്റെ അമ്മേനെ 1/2 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റിൽ റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും വയ്യോ. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ. എടാ തേങ്ങ മൊത്തം ഇറങ്ങിക്കോ. റീനെ കല്ല് ഇറക്കുമ്പോ ഉപ്പും ചാറും കൂട്ടിക്കോ. കൈ നിൽക്കത്തില്ലേ? ചൂണ്ടേ നൂരാൻ തന്നെ വിളച്ചിലായിരുന്നു. അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാങ്കാലത്തെ കണ്ടു പോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ ഏറേം തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കി ഇരിപ്പുണ്ട്. അവന്മാർക്ക് അറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം. കിട്ടിയ പ്രണ്ടന അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യാടി. ചേട്ടായി ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ. ഓ കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ അല്ലേ കയ്യില്? എന്നാ തരാനുണ്ടോ? അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പെട്ടെന്ന് വിട്ടു പെട്ടെന്ന് വിട്ടു. ചെയ്യാൻ പൊഴിയായിരുന്നു. പുഴുങ്ങാനുള്ള മോള് കൊണ്ടുവരും. ടൈം ആയല്ലോ. സൈറ്റ് ഓപ്പൺ ആയോ? ഇല്ലേച്ചി ഡൗണാ. അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്. പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ? സ്വന്തം മക്കളോട് വരെ നിങ്ങളും. എടാ നിനക്ക് ഡ്രൈവും പഠിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നോ. പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ പണ്ടേ വേണ്ടെന്ന് വെച്ചേനെ.
വലിയ പൊട്ടങ്ങളൊന്നും സീറ്റ് വന്നായിരുന്നോ? ഹലോ, എത്ര A+ ഉണ്ട്? 2? ആ, നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പെങ്കുച്ച് 10ാം ക്ലാസ്സിലായിരുന്നു, അവളുടെ എന്തായി? ആ, ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ A+. മൊത്തത്തിൽ A+? അതെ അതെ. അല്ല, എല്ലാത്തിനും? എല്ലാത്തിനും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാൻ ഞാൻ? അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ? അല്ല, ഈ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A+. മുഴുവനായിട്ടും. ശരിക്കും? ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം. ഓ, ആ നോറി എങ്ങോട്ടിരുന്നിട്ട് തലയ്ക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട്. ഡിയാസത്തെ, നിന്റെ റീൽസ് ഉണ്ടാക്കണതിന്റെ ഗുണം കണ്ടില്ലേ? 4 B+, 3 A, 2 B. നിനക്കവിടെ മലമറിക്കണ പണിയായിരുന്നല്ല. ഫോൺ എടുത്ത് മാറ്റി വെക്ക്. എനിക്ക് മാത്രമല്ല അങ്ങനെ. രേഷ്മയ്ക്ക് എഡ്വിനല്ല ഇങ്ങനെയല്ല റിസൾട്ട്. ഓ, രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത്. ഓ, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ചു കൊല്ലും. മാർക്ക് എത്രയായി, എത്ര A+ ഉണ്ട്? ഓ, എന്റെ കർത്താവേ, ഒരു ചാക്കുണ്ടല്ലോ പറയാൻ. പരീക്ഷയല്ലേ, തോക്കും ജയിക്കും അല്ലേ മോനെ? നീ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞാ മതി. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് കണക്കല്ല മാർഗം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ, ആഹാ, ഷട്ടക്കൂരിയല്ലോ. ഇനിയിപ്പോ അരിയുണ്ട തീർന്നവർ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും പ്ലാൻ. അവൻ കഴിക്കട്ടെ, അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ. മോൻ കഴിച്ചോ? അമ്മേ, നിങ്ങൾക്ക് വണ്ടി വന്നു. നീ എന്താ ഉടുപ്പൊന്നുമില്ലാണ്ട് നീ വരുന്നില്ലേ? ഓ, ഞാൻ വന്നില്ല. ഓ, ലൈസൻസോ? ഞാൻ എടുത്തിട്ടില്ല. എന്നെ കണ്ട കാര്യമൊന്നുമില്ല, സാറിന്റെ അടുത്തോട്ടില്ല. ചെല്ലു സാറ് കാര്യമായിട്ട് എന്താ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ തള്ളി പോവാം. സാറേ, സാർ, ഞാൻ ഒന്ന് കളിക്ക് ഒന്ന് നിന്ന് നിൽക്കണേ. ആ ആ നിർത്ത് നിർത്ത്, അങ്ങോട്ട് നീക്കി നിർത്ത്. അവൻ്റെ അനിയത്തിയും കുഞ്ഞമ്മേ അങ്ങോട്ട്. ആ ആ നിർത്തിക്കേ ഇങ്ങോട്ട് വാ. ഞാൻ കാര്യം പറഞ്ഞു തരാം. വെള്ളം തോന്നുന്നുണ്ട്. എന്താടോ രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം. ഇന്നലെ വൈകിട്ട് അടുത്ത്. നമസ്കാരം സാറേ. സുഖല്ലേ? കാക്കിയില്ലല്ലോ സാറേ, കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് വന്ന വഴിയാ. അപ്പൊ കാക്കി വേണ്ടെന്നാണോ? അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ, പാപ്പച്ചനായിരുന്നു. ആ, കെട്ടിയോളുണ്ടല്ലോ. ടൂർ വല്ലതും പോയതാണോ? ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ? പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ, ഇവനെ അങ്ങ് വിട്ടാരെ. വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിൽക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാർ പാവങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാ. അതെ, യൂണിഫോം ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാ സാറിനോട് പിടിച്ചെത്തിയത്. അല്ലാതെ സാറേ, നേര് പറഞ്ഞാൽ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എൻ്റെ പെണ്ണും പിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ലേ സാറേ ചേച്ചി? അതെന്തോടോ അങ്ങനെ? എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ. സാറേ, റസീദ് ഒന്ന് എഴുതിത്തരാം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നിന്നെ ഷോ ഇറക്കാതെ പെറ്റി അടിച്ചിട്ട് പോടാ. സാറേ, ലൈസൻസ് കൊണ്ട് അപ്പ കൊടുത്തു വിട്ടാൽ മതി. ചേട്ടു എന്നാ കൊച്ചിനെ വിളിച്ചു. മോളെ, ആ ചായ ആയിട്ടിങ്ങ് പോരെ. അങ്ങോട്ട് കൊടുക്കും മോളെ. ഇടിയൻ ജെയിംസ് എന്ന് ഭാവിയിൽ പേരെടുക്കാൻ പോകുന്ന മാമലക്കുന്നിലെ ആദ്യത്തെ പോലീസുകാരനാ. PSC വഴി ആദ്യം. അതെ, PCയാ. മോടെ ഒരു ഭാഗ്യേ, ഇനി പോലീസ് ജീപ്പി ടൂറിന് പോവാല്ലോ. എടി, നല്ല സിമ്പിളും ചെക്കനല്ലേ? എനിക്കൊന്നും വേണ്ട ആ ഭാഗ്യം. ഒരു കൊപ്പത്തലയും പോലീസും കണ്ടേച്ചാലും മതി. കാക്കി ഇട്ടവർ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കുറച്ച് കൊണ്ടേ എടി ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. കാര്യമാക്കണ്ട, കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. പൈതലല്ലേ അല്ലേ? എനിക്ക് വേറൊരു പെണ്ണ് കാണലിലൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തന്നെ ഒന്ന് കാണണം. ഒന്നും വിചാരിക്കരുത്, ആദ്യമായിട്ടാണേ. അതെ, ആദ്യമായിട്ടാ. എത്ര പോയി? നല്ല കൂട്ടുകാര് പോലീസിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. അമ്മ അങ്ങനെ കെട്ടായിരുന്ന നന്നായി. ആർക്ക് നന്നായി? അവന്, അല്ലാണ്ട് ആർക്ക്? അയ്യോ, അമ്മേ നോക്കി ഫോട്ടോ. ചാച്ച വണ്ടി എടുത്തേ. ആഹാ, അങ്ങനെയാ പഠിക്കുന്ന പിള്ളേര്. അല്ലാതെ നിന്നെ പോലെ 3 പൊട്ടിയവരല്ല. അവരൊക്കെ പഠിക്കാനാ പോകുന്നു. അതെന്റെ ഫോട്ടോ അമ്മേ. അത് ശരി, തോറ്റവർക്ക് ഫ്ലെക്സ് വെക്കോ? അയ്യോ അമ്മ, ചാച്ച അത് എന്റെ ഫോട്ടോയിൽ ഇങ്ങനെ 10A+. ഈശോയെ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ മോള് നല്ല അന്തസ്സായി തോറ്റതാണല്ലോ. ആ ഫോൺ എടുക്ക്. ആ, ലൗഡ് സ്പീക്കറിലോട്ട്. ഹലോ ഹലോ, ആരാണെങ്കിലും വേറെ വണ്ടി വിളിച്ചു, ഞാൻ ബിസിയാ. കവലെ കണ്ടില്ലേ? കണ്ടില്ലേന്ന് ഫ്ലെക്സ്. അത് ആ, എന്താടാ? മറ്റേ ഫുൾ A+ന്റെ ഫ്ലെക്സ്. അത് ഞാനാ ഫോട്ടോ കൊടുത്തത്. ആ, ഓക്കെ, സവാഷ്.
പിന്നെ വായനശാലക്കാരൊക്കെ ആദരിക്കണമെന്ന് പറയണ്ട. റിയലി റിയലി വെരി ഗുഡ് വെരി ഗുഡ്. നീ എവിടെ? ഞാനിവിടെ ഗ്രൗണ്ടിലുണ്ട്. ആ നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ അങ്ങോട്ട് വരാം. എവിടെ പോവല്ലേ? എന്താ ആശാനെ വല്ല ഓട്ടമാണോ? മിക്കവാറും വേണ്ടി വരും. ശരിടാ. പിള്ളേരൊക്കെ നല്ല അടിപൊളി കളിയാ. ഞാൻ ചെറുതി ഒരു ഗോൾ അടിക്കും. ഫ്ലെക്സിന്റെ പണി ഏറ്റു. മറികെ എന്റെ ബ്ലൂ അനാർക്കലി ചുരിദാറിന്റെ ഫോട്ടോ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? ഏത് ഫോട്ടോ? അവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടില്ല അത്. ഓ അത് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ മാത്രമല്ല, വേണ്ടി വന്ന അവരുടെ മനസ്സ് പഠിച്ചു പറ്റും. അങ്ങനെയാ കാമുകന്മാര്. അയ്യോ കണ്ടാലും മതി ഒരു കാമുകൻ. എവിടെന്ന് പഠിച്ച ഡയലോഗായിട്ട് വന്നേക്കാവൻ. എന്തായാലും നീ നാട്ടിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ കൊടുത്തോടെ. ഒരു വാട്ടർ ചായ കുടിക്കാനുള്ള സമയമുണ്ട്. നീ ആ കൊല ഇറക്കി. ആശാനെ ആ ഞാൻ സെക്കൻഡ് ഇട്ടിട്ട് വണ്ടി ഇറക്കിടത്താം. നിനക്കപ്പോൾ ചായ കുടിക്കണ്ടേ? എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട, ക്ലച്ച് ചവിട്ടി ഇറക്കിയാൽ മതി. ഇയാളെ എന്താ ആശാനാണ്? പേലിച്ചോട്ടൊരു ചായ. ആ ജോക്കട്ടെ എന്തൊക്കെയാ? എടാ പാപ്പച്ച, നിന്റെ വീട്ടിലെ കീരിയുടെ പല്ലോ മുള്ളമ്മന്നിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് കാണിക്കൂ പാപ്പച്ച. ആനക്കൊമ്പൊന്നും അല്ലല്ലോ, എന്തെങ്കിലും ഉണ്ട് എടുത്തു കൊടുക്കുക പാപ്പച്ച. അവൻ പഴച്ചു പോട്ടെന്നേ. എടോ താനത് കോ പറഞ്ഞിട്ടാ, കാലം മാറി. ഇവനെ പോലെ തലയിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പച്ചന്റെ അപ്പൻ മീശമാത്തൻ പണ്ട് ആന്റണി സർക്കാർ ചാരായം നിർത്തലാക്കിയപ്പോ ഒതുങ്ങി പോയോണ്ടാ. അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാറുന്നു ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ. സംശയം ഉണ്ടെങ്കിൽ മീശോട് ചോദിച്ചു നോക്ക്. 1ാം ക്ലാസ് പോലെ ഒന്നിച്ച് പഠിച്ചോളാം അവര്. എത്രാം ക്ലാസ് വരെ? 1ഉം 2ഉം. ചായക്കടയിലാണോ 1ന്റെയും 2ന്റെയും കഥ പറയുന്നത്? സാറേ ഞാൻ ചുമ്മാ ചവിട്ടണ ഞാൻ കണ്ടു. പൊതുവടത്തിലാണോ പുകവലി? ഇല്ല സാറേ. തരട്ടെ ഒരു പെട്ടി. ആ ഒരു പഴംപൊരി എടുക്ക പൈലി. ജെയിംസ് സാറേ. ആഹാ പാപ്പച്ചനായിരുന്നു, കണ്ടില്ലായിരുന്നു കേട്ടോ. എടാ നാട്ടുകാർ പറയുന്നത് കേട്ടു നീ ഇപ്പം ജിറാഫിനിട്ടും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന്. അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ചുമ്മാ. അപ്പം കാട്ടുമരം കയറിയതിൻ്റെ പാട് അകന്തോടെ കാണും. അത് അപ്പൻ്റെ എന്ന് പറഞ്ഞാൽ മോൻ മുണ്ടും പൊക്കിക്കൊണ്ട് നടന്ന തുള വീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ. അല്ല പാപ്പച്ച, നീ ജീവിതത്തിൽ ഇന്നേ വരെ കാട്ടുമൃഗത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ചത്തതിനെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചബംഗ്ലാവിലേക്ക്. നീയും പോരെ? കാണിച്ചാടാ കട്ടിലിരിക്കും. എന്തൊരു അപമാനം. പാപ്പത്തിന് ഇരുത്തിയും കൊല്ലുക. എടാ പാപ്പച്ച, ഈ ജെയിംസ് ഒരു ദിവസം പള്ളിമുറ്റത്ത് വെച്ച് പറയുക, നീ ഒന്നും ഒരു മരമാക്കരെയും കണ്ടിട്ടില്ലെന്ന്. ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തിനെയും കടുവേനെയും ഒക്കെ ഏർഗൻ വെച്ച് വെടിയാന്ന്. ഞാൻ വിശ്വസിച്ചില്ല. കുറെ നേരം ആയാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പാപ്പച്ച 4 വയസ്സായപ്പോ ചോന്നിട്ടുണ്ട്. നീ പറഞ്ഞ ഏർഗണല്ല, ഇരട്ടക്കൊഴല്. തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത്. ആ ഇറങ്ങിപ്പോയ നാറിയിടും പറഞ്ഞേക്ക്. തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാം. ഞാൻ വരും. പക്ഷെ എല്ലാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നോ? 1 അല്ല 2 പ്രാവശ്യം. എടാ നീയും കാത്തിരുന്നോ ഞാൻ വെടിവെച്ചു തന്നെ. ആ ഇത് തന്നെ പാപ്പച്ച വായനശാലയിലും പറഞ്ഞത്. താനും പാപ്പച്ച ചായ ദേ അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കും. ഇവനൊക്കെ എന്റെ അളിയ നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ തകരാവോ? കാം അളിയ കാം. പിന്നെ ആ പാമ്പുടുത്തം അളിയന് കുറച്ച് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽക്കുൽ. അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും ഏക്കുകയല്ല. അല്ലളിയ ഇത്രയും കാലം യുവമാരോട് നടന്നിട്ട് അളിയും പഠിച്ചോ ഹിന്ദി? ആയി ശരി. അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം, അതോ നാട്ടുകാർ അളിയനിട്ട് പണിയുന്നതാണോ പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നമാണ്. ആ അതാ ഞാൻ പറഞ്ഞത്. അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം. വെടിവെക്കാൻ കാടാ ബെസ്റ്റ്. ദേ ഇന്ന് വരെ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു മ്ലാവിൻ്റെ കൊമ്പ്. അളിയൻ വിചാരിച്ചാൽ നടക്കും. ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാക്കൊത്തിട്ട് വരട്ടാനും നല്ല രുചിയാ. കഴിച്ചിട്ടില്ല? നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ അതേ ഇങ്ങനൊരു ദണ്ണം പറയാൻ വന്നതാ? എന്തോന്ന് ദണ്ണം? ഞാൻ പോവാ. പിന്നെ പിള്ളേരെയും കൊണ്ട് നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, തലേദിവസം വന്നാൽ മതി. അതേടെന്നറി ഞാൻ വരുന്നില്ല. എനിക്കെന്റെ കുടുംബത്തോട്ട് വരാമല്ലോ. ദാ ഇരിക്കുന്നാണ്ടാ കൊച്ചിനുള്ള സമ്മാനവാ. 6 അടുത്ത് നിന്നങ്ങാണ്ട് 350 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ആക്രിയ വർക്കിംഗ് കണ്ടീഷനാ. മനസ്സിലായി? നിനക്കത് തന്നെ വേണം. നിന്റെ അല്ലേ കെട്ടിയോ? നിനക്കും അത് തന്നെ വേണം. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ കൊടവാ. അതും ചവിട്ടി ചാക്കി കെട്ടിയാ. ഏത് ഇതോ? ആ നിന്നെ ആരാണ് സെക്കൻഡ്സ് എന്ന് പറ്റിച്ചതാ?
പോടുന്നു. എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും. അത് പണ്ടേ ഉള്ളൊരു ശീലമാ. പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ആ ഞാൻ ഇറങ്ങുക. ആ, അളിയാ മറ്റേ കൊമ്പിന്റെ കാര്യം. ആ. അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ ഓ ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി, വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? ആ ആ भैया പാതിരി കിധർ? ആ നീയായിരുന്നോ? ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു. ഞാനും അങ്ങനെ കരുതി. ഓ ഡാ ജിതേന്ദ്ര, ഇതൊക്കെ നമുക്ക് അടിച്ചു മാറ്റിയേ. ഇനി നീ അടിച്ചോ. നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരം ഉണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. എടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും. അല്ലച്ചോ, നമ്മൾ ഈ നായാട്ട് കുടുംബം വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക. അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ, ആര്? മറ്റേ മാനിയൻ പോലീസുകാരൻ. അവൻ എന്നെ 3ാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ. ഓ നീ അത്ര മോശമല്ല. എടാ അവന്റെ ആ ചന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കൃതരത്തിന്റെ. ആരാണത് എഴുതിയത്? സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ? ഈ ജെയിംസ് കുട്ടിയാ? നേരാണോടാ? ഞാൻ കണ്ടതാ. എന്റെ അമ്മയാണ് സത്യം. ഹലോ. ആ ഹലോ, മാങ്കുഴിയച്ചനാണോ? ആ ഇത് ഞാനാ. എന്താ കാട്ടുകാരൻ വിളിച്ചോ? എന്താ വിശേഷിച്ച്? നമ്മുടെ ആ ലില്ലിക്കുട്ടിയുടെ ബ്രദർ തന്നെയല്ലേ ഇപ്പൊ അവിടുത്തെ AC? അല്ല അച്ഛോ, ഒരു ചെറിയ തോക്കിന്റെ കേസാണ് സർ. അല്ല അച്ഛോ, അതെന്താ അച്ഛനിപ്പോ ഇടവക്കാരുമായി തോക്കൊണ്ടൊരു കളി? അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ. അതൊന്ന് കൈകാര്യം ചെയ്യണം അച്ഛോ. ആ ഞാൻ ശ്രമിക്കാം. ശരി. വേണ്ട 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 അച്ഛൻ എന്നാ പറയട്ടെ. നല്ല ഉടുമ്പിന് കിട്ടുകയാണെങ്കിൽ ഒന്നിന് തന്നേക്കണേ. പൊന്നുടുപ്പ് മതി, പൊന്നുടുപ്പ്. എടാ ഈ വല്ലാത്ത കിതപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ. പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും 4 റൗണ്ട് ഓടിയാലുണ്ടല്ലോ, പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഒരു ഇതാണത്. പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു 5-5.5 കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി. പക്ഷെ ഈ നോമ്പ് കാലം ആയിരുന്നോണ്ട് കളയേ. ആര് കളയുന്നു? എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണ്ടോ തോന്നുന്നു. വെറുതെ എന്തിനാ അവരും കൂടി പാപികളാക്കുന്നത്? ഞാൻ പറയട്ടെ അച്ഛൻ. ശരി. നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വലിയ ആളാവണം കേട്ടോ. വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം. എനിക്ക് ഡോക്ടറായാൽ മതി. എടാ ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ, എന്നിട്ട് ഈ ലോട്ടറി കിട്ടുകൊണ്ട് നടത്താൻ. ഡോർ നടച്ചേക്കണേ. അല്ല ജെയിൻ സാറേ, ഇന്നത്തെ ബൈക്ക് എടുത്തില്ലേ? ബൈക്ക് എടുത്താ പിന്നെ ഇവത്തെ കാരണം കാര്യമുണ്ട്. നീ ഹലോ, ഈ വഴി ആദ്യമായിട്ടാണോ? അതെ അതെ അതെ. കാഴ്ചമംഗലാവിലൊന്നും പോയിട്ടില്ലയോ? ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒച്ച കൂടി പോയതാ കേട്ടാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ പറ്റിയ മേഡം? പറ്റിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ. വർക്ക്ഷോപ്പിൽ ആള് വരേണ്ടി വരും. ഈ പാട്ടൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ടേ KSRTC ലാഭത്തിലായെന്ന്. സേവറേ ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോ ആക്രി വിലക്ക് വല്ലതും കിട്ടുമായിരിക്കും. അത് ഞാൻ ചോദിച്ചോളാം. അല്ല ജെയിംസ് സാറേ,
നമ്മുടെ പാപ്പച്ചനളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് സാറിനെ വിളിച്ചില്ലല്ലേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാനെന്താ അവൻ്റെ അമ്മാവനോനോ? ആഗ്രഹത്തിണ്ട് ആക്കാൻ വന്നേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തി ആയില്ലയോ? അളിയന്റെ മെയിൻ ശത്രു അല്ലേ? ഞാൻ കാണുമ്പോ ഈ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം. എന്നാ കാരണം ആർക്കറിയാം? അതെനിക്കും അറിയത്തില്ല. പക്ഷെ അളിയന്റെ ശത്രു എന്റെ ശത്രുവാ. അതെ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ. ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം, ബെന്നി വില കിട്ടോ, എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ, ഞാൻ പോട്ടെ. എന്നാ ലാലപ്പനോടൊപ്പം തൂക്കിക്കോ. അതെന്നാ ബെന്നി, ഇത് റബ്ബറല്ലേ അതോ കരിങ്കല്ലാണോ? ഉള്ള പറയാലോ മധു, നീ ആവണ്ട എനിക്ക് സംശയമുണ്ട്. എന്നാ നീ ഉണ്ടാക്കണ്ടടാ, ഞാൻ വിറ്റോളാം. അങ്ങനെ കരിമാടിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വരുത്തനോട് വാഴൂലാട്ടാ. അതെ അതിൽ പകുതി ഇവിടുത്തെ കാണിച്ചേരടാ. ഷീറ്റ് വെച്ചിട്ട് മുതലാളി കളിക്കും. അടുത്ത് എന്താടോ ചെയ്യാ? അല്ല സാറേ, എല്ലാം കൂടിയും വിറക് വെട്ടാണെന്ന് പറഞ്ഞ് കത്തിയും കൊള്ളാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക്. വിറകെടുക്കാൻ പിന്നെ കാട്ടിലല്ലാതെ ലുലുമാള് പോകാൻ പറ്റൂ? എല്ലാം ചുള്ളിന്ന് പറഞ്ഞ് പെട്ടെന്ന് പച്ച വിറകളാണേ. എന്നാ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ എടുത്താ? അയ്യോ കൊച്ചമ്മ ഗ്യാസാ കത്തിക്കോ? അതെന്താ, ഞങ്ങള് ഗ്യാസ് കത്തിച്ചാ കത്തില്ലേ? പൊട്ടി തെറിച്ച് ചാവാണ്ടിരുന്നാ മതി. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഗ്യാസ് തീർന്നോ? അടുക്കളയിൽ ആരാളുള്ളത്? അടുക്കളയില് സുധീറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താനാണോ സുധീർ? ഒരാളെ പോലെ 7 പേരുണ്ട്. അറ്റസ്റ്റേഷൻ വല്ലതുമാണെങ്കിൽ ഇവിടെ നടക്കില്ല. അയ്യോ സാറേ, ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നാ. ഇവിടെയോ? ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കാനുള്ള മക്കളെ. സാറേ അടുപ്പത്തേക്കൊന്ന് നോക്കിയേക്കണേ. വന്ന ഉടനെ പണിയായല്ലോ. അടുക്കളയിലേക്ക് കയറിക്കോ. മുരിങ്ങയിലെ ചക്കക്കുരു ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചോ. സാർ യൂണിഫോം? ഹേയ്, അടുക്കള യൂണിഫോമിന്റെ കാര്യം. ഹലോ സാറേ, ഇവിടെ ഈ അക്കരപ്പറമ്പ് രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട്. അക്കരയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. ആനയാണോ വിളിച്ചത്? അല്ല, പ്രസിഡന്റാ. ഹലോ ഹലോ ഹലോ, ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് നിൽക്കണ്ട പ്രസിഡന്റ്. എന്റെ പൊന്നു സാറേ, റേഞ്ച് ഉള്ളിടത്തല്ലേ ആന കയറി നിൽക്കുന്നേ. അവിടെ വേറെ ആൾക്കാരില്ലേ? ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം 7 പേരുണ്ട് സാറേ. തൊഴിലുറപ്പുകാരുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസേ തനിക്ക് ചൊറിയാൻ? ഞാൻ പറഞ്ഞത് സാറേ. സാറേ ആക്ച്വലി സാർ ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ? കൊടുക്കാം സാർ. തോക്കും കുന്തവും. നന്നായി സാർ. മത്തച്ചായോ, എത്ര കാലം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ഒക്കെ പുറകെ നടക്കുന്നേ. ഞാൻ CAയോടൊന്ന് ഘടിപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലയോ. ഏതായാലും സാധനം കിട്ടിയല്ലോ, എന്നാ ഒപ്പിട്ടേച്ച് കൊണ്ടുപോയിക്കും. ഓ, നോക്കാനൊന്നുമില്ല, സാധനം അത് തന്നെ. മാത്തച്ചായോ, പഴയ നാടൻ നോക്കാ, ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നും ഇല്ല. ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലേലും ഇപ്പൊ പൊട്ടും. അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്തച്ഛൻ ചാവുന്ന വരെ മതി. പോട്ടെ. എടാ, CA പറഞ്ഞത് പുറത്തോട്ട് കേട്ടോ. എല്ലാരും കേട്ടു. കരിമുകിൽ നമസ്കാരം മാത്തൻ ചേട്ടാ. കുഞ്ഞുമോളെ, എടി പൊട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് പാപ്പച്ച പൊട്ടിക്കൂന്ന്. പാപ്പി പറഞ്ഞതാടി. പാപ്പച്ചൻ പൊടിച്ചാലും നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ തുള്ളുന്നേ? നാളത്തേക്ക് ഗ്യാസ് ഉള്ള വഴിയായി. എടാ ജയ,
4:30 എഴുന്നേക്കുന്ന ഞാനാ 2 ചാടി എഴുന്നേറ്റ്. മാത്തച്ഛന്റെ അല്ലേ വിത്ത് ഇപ്പൊ വെട്ടി കറിയാക്കി കാണും. പാരമ്പര്യം വിട്ടുകളയോ, ഒറ്റ വടിക്ക് തീർന്നു കാണും. അങ്ങേരെ കുറിച്ച് നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കറിയായിരുന്നു ചേച്ചി, പുള്ളിക്കാരെ നിറഞ്ഞു പോണത് അറിയണില്ലേ ടോമി മോനെ? ചേച്ചി കണ്ടില്ല. അറിയില്ലല്ലോ. ആരുമില്ല പോരെ. മൂടല്ലേ എന്തിനാ? എടാ പട്ടി മാതാരിക്കാൻ. ഓ എന്റെ പാപ്പച്ചാ, ഞാനൊന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് വന്നില്ല. ഹലോ എടാ ബെന്നി, സാധനം ഒരുക്കിയിട്ടുണ്ട്. ഞാനേ പള്ളിയിലേക്കൊന്ന് പോവാ. അപ്പൊ ഞാൻ സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനോട് പോയേ മധുവിനൊന്ന് കണ്ടോ. വേറെ ആരും കിട്ടിയില്ലേ? എടാ അത് ശരിയാണ്. അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ട് വിൽക്കാനാണ്? നമുക്ക് കടന്ന് വിൽക്കാൻ പറ്റുമോ? അവനാവുമ്പോ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർത്തോളും. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കണ്ട. ശരി ശരി. വില കൂടുതലാണ് തങ്കച്ചമ്പായി. ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചിക്ക് 350. ഇതിപ്പോ 500 എന്നൊക്കെ പറഞ്ഞ ഒരു കച്ചവടമൊക്കെ അല്ലേ? ഒന്ന് കുറച്ച് പിടിക്ക് അല്ലേ ബെന്നി? കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിണ്ണെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മുഷിപ്പിക്കില്ല എൻ്റെ മധു. ബെന്നിച്ച 10-20 കിലോക്കുള്ള ആളെ ഞാൻ ഉണ്ടാക്കണ്ടേ? ആളാം വീതം ബാർഗൈൻ ചെയ്താൽ ഇടപാട് തീരും. ഒരു 400 മുറിക്കാം. നടക്കില്ല മധു. തങ്കച്ച വണ്ടി എടുക്കും. ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടി ലാഭമെന്ന് എനിക്കറിയാം. 500 വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കാം. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ. തങ്കച്ച വണ്ടി എടുത്തി. ബെന്നിച്ച ഒരു 450 മുറിക്കാം. നീ പോയേ മധു, വണ്ടി എടുക്കും. അതേ ബെന്നി, കാര്യം ശരി. അന്ന് നമ്മൾ 1-2 പറഞ്ഞു മുടക്കി. ഞാനത് അന്നേ വിട്ട്. ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ ഏട്ടാ. ഏഴ് തങ്കച്ച വണ്ടി. ഈ വന്നവരൊക്കെ അങ്ങോട്ടുള്ളവരാ. എന്താടി കൂട്ടാനെന്ന് ഹലോ, വേറെ ഒന്നും. ഇതെന്നാ പരിപാടി? ഇത് എന്റെ അളിയന്റെ വീട്ടിൽ വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണോ? ഭക്ഷണം ഉണ്ടോ? പിന്നെ അവിടെ ഒന്ന് കഴിച്ചാൽ മതി. സർക്കാരിന്റെ ശമ്പളം ഒന്നും കിട്ടണല്ലോ സാറേ. വന്ന് കേട്ടിട്ട് പോ. വന്നേക്കണേ. ഇവിടുത്തെ ആൾക്കാർ അച്ഛൻ വന്നില്ലേ? നല്ല സേലായി. 15 വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടേ. എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛനൊരു കാര്യം അങ്ങ് തീരുമാനം. എവിടെയും പോകണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി. ഇത് സ്പെഷ്യൽ ഐറ്റമാണ്. നോക്കി വിളമ്പിയാൽ മതി. ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓ എന്നാ കുഞ്ഞു? എടി ഞാൻ ചാച്ചന് മരുന്ന് കൊടുക്കാൻ പോവാ. അതേടി നീ ധൈര്യമായിട്ട് കയറി മോള് കഴിച്ചോ? തങ്കച്ചേനോ, എന്നാലും എന്റെ പാപ്പച്ച പറഞ്ഞു നീ പണി ഒപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത്? അപ്പന്റെ ചങ്കുറപ്പ് എന്റെ രക്തത്തിലുണ്ട്. ചേട്ടായി, പള്ളിയിൽ അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ മറക്കില്ല. വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോട്ട് വീഡിയോ കലബിലെ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ണുന്നല്ലേ? നിങ്ങൾക്ക് ഈ ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ലേടാ, അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? എണീക്കടാ, എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി. പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. മനസ്സിലായല്ലേ? എന്തോ അല്ല, ഇതൊക്കെ പഴയ പരിപാടി എന്ന് പറഞ്ഞാ. ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ. പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്താണ്, ഞാൻ പറഞ്ഞേക്കാം. ഓ ശരി. നിന്ന് കിണങ്ങാതെ പോയി ഷൂട്ട് ചെയ്യണം. ഇവനാ ലൈറ്റ്. അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചില്ലേ? ആദ്യം നീ പോയി ലൈറ്റ് ഇവിടെ എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. ലൈറ്റ് സൗണ്ട് വരാ. എന്നിട്ടാണ് അമ്മ ആദ്യം തന്നെ കുത്തിക്കയറ്റണം. അമ്മനൊക്കെ ഏത് നാട്ടുകാരാ? ലൈറ്റ് സൗണ്ട് വരാണ്. എന്നെ തട്ടുന്നത് എന്റെ മുന്നേ സൂക്ഷിച്ചോ. ഞാൻ കുറച്ച് നമ്പർ വയ്ക്കും. കൂട് നേരെ പിടി ചേച്ചി. വീട്ടിലെ പിള്ളേർക്കും പ്രായാർക്കും കൊടുക്കണ്ടട്ടാ. കവറ് നേരെ പിടിക്കുക ചേച്ചി. തങ്കമ്മ ചേച്ചി കഴിച്ചായിരുന്നോ? ഇത് ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ? അച്ചായൻ കുറച്ചെടുത്തതാ. നിങ്ങളിവിടുത്തെ വെപ്പുകാരനല്ലേ? അല്ലാണ്ട് ഞങ്ങൾക്ക് ഇട്ട് വെക്കാൻ വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ലോ.
അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ചേ. ചേച്ചി മതി യാത്ര പറഞ്ഞത്. അമ്മായിപ്പച്ച അങ്ങോട്ടൊന്ന് ഇരുന്നേ. ആ വാഴ കടച്ചേനെ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ വെണ്ണമ്മയുടെ തപ്പുകാലത്ത് ഏക സ്ഥലം ഇതാ അപ്പച്ചന്റെ കുഞ്ഞുമോള്. കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചനും സുഖം തന്നെയല്ലേ? പിന്നെ വാ കേറി വാളിയാ. കേറി വാസേവരാ. സാബു, ഇവിടെ രണ്ടുതരത്തിലുള്ള ഇറച്ചികളുമുണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സീറ്റിംഗ്. ഞാൻ പോയി, നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊരു ഐറ്റം വിളമ്പുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും. അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി. പോയെ നീ വന്ന് ചേട്ടാ നോക്കി വിളമ്പണേ. എടാ എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നത്? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലുവിളിച്ചവരൊക്കെ വരാൻ കിടക്കുന്നു. അവർക്ക് എന്ത് കൊടുക്കും? അശനെ ആ സേവിയറുടെയും കുളവാക്കിയതാ. എടോ വന്നേ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പ വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. തിന്നുമ്പോ വീഡിയോ എടുക്കുന്നൊക്കെ പഴയ പരിപാടിയാണ്. നീയൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? ചേട്ടാ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എപ്പോ ഞാൻ നേരത്തെ ബീഫ് കഴിച്ചായിരുന്നു. നല്ല ആഗ്രഹമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ ഇടയ്ക്കുള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ ആരപ്പോ എല്ലാവർക്കും ബീഫ് കൊടുടാ. ഭാര്യ കോഴി കൊടു. അതെ വൈകിയല്ലേ വരാന്? തങ്കച്ചനപ്പുറത്തില്ലേ? വെള്ളം കൊടുത്തേ. വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇതിൽ ചോദിച്ചേ കൈ കഴുകി. അവിടെ പോയി ഞാൻ കൊടുക്കാം. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക. ഉഗ്രം ബീഫാ. ഉഗ്രം കഴിക്കും. കുഴച്ചങ്ങോട്ട് പിടി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി. എനിക്കറിയാം. ഈഗോ ഈഗോ ശരിക്കും അഭിമാനിക്കുമല്ലേ വേണ്ടത് അല്ലേ? പെരുന്തച്ഛൻ്റെ ഈഗോയാ. അതെ അവിടെ പോയി പറ അഭിമാനിക്കാൻ. ഒരു പെരുന്തച്ഛനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ ആ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോര്. എന്നെ കൊണ്ടൊന്നും ഇവനാ പോളിയോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? പോളി അവന്റെ അടുപ്പ്. ഒരുപാട് അങ്ങ് അടുപ്പിക്കണ്ട, ഞാൻ അടുപ്പിച്ചോളാം. ആ വെള്ളശാലിന്റെ കൊച്ചൊന്ന് ചിരിച്ചേ. അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ. അത് തന്നെ അത് തന്നെ. അയ്യോ ഒരു കാര്യം വിട്ടുപോയി. അപ്പൊ ഞാൻ വിളിക്കാവേ. ഓക്കെ അത്യാവശ്യം ആരുണ്ട്? ഇങ്ങോട്ട് വന്നേ. എടാ ഇങ്ങോട്ട് വന്നേ. ആ വന്ന ആശാനെ. എടാ നീ പോയേ അച്ഛൻ കുറച്ച് കറി കൊടുത്തിട്ടോ. ആശാനെ അത് ലിസ്റ്റ് പൊളിയും. ഞാൻ ആശാ പോയിട്ടോ. എടാ പരിപാടി കഴിഞ്ഞില്ലേ? നീ പോയി കൊടുത്തിട്ടോ. അല്ല അത് ശരിയാവില്ല ആശാൻ. എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള. ആശാൻ പോയിട്ടോ. ചിലപ്പോ കൊടുക്കാൻ പറഞ്ഞു. എന്താ ആഹാ സന്തോഷായി. നീ കുരുത്തുള്ളവനാടാ. നീ എന്റെ ശിഷ്യൻ. കുറെ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട്. ഓ ഇത് പറഞ്ഞ കേട്ടതൊന്നും അച്ഛനെ തിറക്കി കിട്ടാറുണ്ടെന്ന്. ഈ മുതൽ അച്ഛൻ കഴിച്ചേ കാണൂല. ഇത് കാട് മതിച്ച് കിടക്കുന്ന പുലിയാണ്, പുലി. അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ? അച്ഛന്റെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ പിന്നെ പള്ളി വരാത്ത നിന്റെ സ്തുതി കിട്ടിയില്ലെങ്കിൽ മിശിഹ ഇവിടെ സ്തുതി കിട്ടാതെ ഉറങ്ങില്ല. നീ പോടത്തേക്ക. തങ്കച്ചു ഓ വല്യപ്പനെ ഒന്നുകൂടെ കണ്ടാലോ? വല്യപ്പൻ എപ്പോഴേ തീർന്നു. കാർന്നൂര് പോയോ? ലോട്ടറി ഇത് ഈ പാപ്പത്തിന് ഇവിടെ പോയി കിടക്കുക. അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയതാ. അച്ഛനെ ഇള്ളാ കുഞ്ഞോ വാരി കൊടുക്കാൻ. അല്ല സമയത്ര ലൈറ്റ് ഇട്ട വണ്ടി. ലൈറ്റ് ഇട്ടോ? ഈ നൈറ്റ് ഇട്ട വണ്ടി എന്റെയാ. ആൾക്കാർ പിന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇത് എത്ര പേരെ വിളിച്ചറിയേ? പാപ്പച്ചൻ ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാര് കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിഞ്ഞായിരിക്കും. ചോദിച്ചു നോക്കിയാലോ?
ഈശോയെ എന്റെ കുട്ടി. സാറേ ഞാൻ വെപ്പുകാരനാ, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താ ചേട്ടാ ആകെ പ്രശ്നമായി. വീട് നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റി. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാൽ നല്ല ഇടി ഇടിക്കും. പിന്നെ ഇടികൊള്ളാൻ ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. ഇത് മാറി അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ, അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്. ബെന്നി, എന്തോരം പഠിക്കാൻ പഠിഞ്ഞു വെച്ചിട്ട്. ബെന്നി, എടാ ബെന്നി, ഇവനിത് എവിടെ പോയി കിടക്കും? കാര്യമില്ലേ ബെന്നി? പേടിക്കണ്ട, ഞാനാ. സിസിലി, ബെന്നില്ലേ ഇവിടെ? ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. ഓ, എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അല്ലല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? സാറേ, അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എടി, ഞാനിപ്പോ ഇങ്ങ് വരും. നീ വാലടിച്ചു കിടന്നോ. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ. അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. കേന്ദ്രം വരും, അല്ലെങ്കിൽ വരുത്തും. അതുവരെ ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ 4 നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറിയേക്കുവാ. ആ, അല്ലെങ്കിലും വെട്ട് നിർത്താറായിണ്ട്. പകുതി പട്ടയും മരപ്പാ. ആ, ആ. നിർത്ത് ഇവിടെ തന്നെ. കർത്താവേ, അപ്പച്ചൻ.
എന്നാ വെച്ചേ നീ എവിടെയെങ്കിലും പോവാൻ നിൽക്കണോ? ഹേയ് ഇല്ലപ്പച്ചാ. അല്ല തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ എന്നാ ഇത് വെച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണോ എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്ത മരുമ വക്കീലായത് നന്നായി. മാതാവേ കാത്തോ. സ്ലിപ്പായതാ. തന്തപ്പടി പോയോ? എന്നാന്നാ? അല്ല അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ് എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റ് കേസിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്കത്ര കേസുള്ളതാ. അല്ല ഈ വീട്ടിൽ സാരിയാണോ കൊടുക്കാറുള്ളത്? ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്. ഒന്ന് സ്പർശിക്ക പോലും. സാറേ ഓ അല്ലല്ലേ സാറേ എന്റെ വിസ റെഡി. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നു. ഏത്? അല്ല ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ? ആ കൂട്ടുകാരനായോണ്ടാ രണ്ടാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ. ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. സാറേ പാപ്പച്ചനാ വെടിവെച്ച് വെട്ടിയതൊക്കെ പാപ്പച്ചനാ. തോക്കുവാന്ന് അറിയട. പാട്ടനാരിൽ ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്. ഉടായിപ്പേ. ഗൾഫുകാരനെയും കെട്ടി ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇത് കാക്കിയ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെയാ മാത്തച്ഛൻ ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ട പടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ലേ കറിയേ? പിന്നല്ലാതെ മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കയറ്റി കെട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ലേ കറിയേ? പിന്നല്ലാതെ. ആ അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ആയിക്കോട്ടെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുക? പടാ എലി മുന്നല് കണ്ട പോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചു വരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ലേ? ഇനി വല്ല മരത്തിലാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിക്കാരൊന്നും അറിയില്ലട്ടോ. നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി ഒട്ടും അറിയില്ലല്ലേ? നേരെയാണ് വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പെയിന്റ് കമ്പനിയുടെ പരസ്യം പോലെയുണ്ട്. ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വറക്കാനുള്ള. ഹലോ പറയിച്ചാ? അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. എടോ മട്ടൻ ബിരിയാണി പിന്നെ മട്ടൻ അല്ല ചിക്കൻ ഇടാൻ പറ്റും? ഇല്ല ചേട്ടൻ പിടിച്ചോ, ചേട്ടൻ കേറിയല്ലേ. ഞാൻ സേഫാണ്. ആ ഞാനിവിടെ ഇപ്പോഴത്തെ പിള്ളേരുടെ തൂക്കേടുണ്ടല്ലോ. എന്നാ അത്? സേവ് ദ ഡേറ്റ് അത് എടുത്തോണ്ടിരിക്കുക. നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? മട്ടൻ തള്ളലടാ, മട്ടൻ ബിരിയാണി തന്നെയാ. വന്ന് എണ്ണുമ്പോ അറിയാം.
അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമോന്ന്. ആ പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കൊണ്ട് ഞാൻ ചെമ്പ് വെള്ളം പോലെ നിങ്ങൾ തന്നെ തള്ളിയാൽ മതി. ഷൂട്ട് ചെയ്യുന്നു. നീങ്ങ വന്നേ. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. നീ അങ്ങോട്ടാ? ആ പാപ്പച്ചന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് DOP കൽപ്പലമുച്ചൻ അലി അക്ബർ. മോർണിംഗ് വന്നേ. എന്താണ് സാർ? എന്റെ പൊന്ന് ഫോറസ്റ്റുകാര്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെ കൊച്ചിന് സേവറായിട്ടാ അവരുടെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങ് മാറിക്കിടും. എന്താ ചേട്ടൊന്നും മിണ്ടാത്ത? പോണേ ഇവനെ കിട്ടാൻ 2 ദിവസം എടുക്കും. ഞങ്ങൾ വേണമെങ്കിൽ വേറെ എവിടേക്കാ പോകുന്നത്? ശ്ശോ, അയ്യോ, പതുക്കെ, പതുക്കെ ഇരിക്ക്. പിടിക്ക്, കൊല്ലൂല തന്നെ. ശ്ശോ, പപ്പാ. അയ്യോ, ഇതാരാ? ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്. സാർ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ. ഒന്ന് അനങ്ങി വാടോ, ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ. ശരി സാർ, ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ. സാറിന് നന്നായിട്ട് അറിയാം ഇല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറയണോ? ഇവനേതാള്? ഇത് പാപ്പച്ചന്റെ. ഇയാളാണ് സാറേ, ഇയാൾ കാരണമാണ് ഈ വേട്ടാവാളിനെ എഴുതിയാൽ 100 വട്ടം പറഞ്ഞ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ എന്ന്. ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ അല്ലടാ. ഇതാരാ? ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ. നല്ല മനുഷ്യനേണ്ട. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാ, ഞാൻ മാലയിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. സാറേ കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഇറച്ചി കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കിക്കോ, ഒരെണ്ണത്തിന് വിടരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ, കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ. മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. എന്നാ പറഞ്ഞേ? വലിയൊരു സംഭവം. 1-ാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല, ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കും. യെസ് സാർ. കാപ്പി ചുക്കാപ്പിയാ സാറേ? വേണ്ട. അപ്പൊ ഈ സാർ എടുത്തല്ലോ. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഇവിടുന്ന് പോയിട്ട്. ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും. ഇവിടെ ഒരു സാധനമില്ല സാറേ. പോയി ആളെന്തിടും? ഇവിടെ ഒന്നുമില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും. ആ, എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് DFOനെ കാണാൻ വേണ്ടിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടാ, ഏതൊക്കെ ഐസ്ക്രീമാ ഉള്ളേ? കോണുണ്ട്, കപ്പുണ്ട്, മാങ്കവാറുണ്ട്. സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിൽ പോയി നടത്താന്ന്. സാർ എല്ലാരും കിട്ടിയോ? നീ നടക്കണ നേർച്ചയിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറാ റെഡിയാണല്ലോ, ഓക്കെ ആണല്ലോ. കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ഉത്തരം കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്രതിയെക്കുറിച്ചുള്ള ഏതൊരു വിവരവും ഫോറസ്റ്റിന് ലഭിച്ചിട്ടില്ല. എന്താ നീ കൊണ്ട് കൊടുക്ക്? ഏതോടെ ഈ സാധനം? ഒന്നും ഇവിടെ മാമലക്കുന്നിലെ മുകേഷ് കുമാർ, മറ്റവൻ ചായക്കടക്കാരൻ പൈലിയുടെ ചെറുക്കനാ. മര്യാദക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ. ഇപ്പൊ ഇവന്റെ ഛായാഗ്രഹണകൻ. ഈ വാച്ചറുടെ കയ്യിലേ അന്ന് ആ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഉണ്ട് സാർ, അതെനിക്ക് തരണം സാർ. ഞാൻ ടെലികാസ്റ്റ് സാർ ഉത്സാഹം വീഡിയോ. അതിനല്ല, അതിനകത്തേ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ. കേട്ടല്ലേ? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. അതായത് നീ പറഞ്ഞില്ലേ മണമൊന്നും വന്നില്ലല്ലോ. വാടാ പോയി, ആ മൂട് അങ്ങ് പോയി.
ആഹാ, സാറന്മാരെല്ലാം വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ? ഞാൻ കുറെ ഉപദേശിച്ച സാറേ, ഇവരാരും നന്നാവില്ല. ശരവണ സാർ എന്തി? സാർ റേഞ്ച് ഓഫീസിൽ പോയിക്കോ. ആ ആണോ? എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. എന്താണ് കാടൊക്കെ കണ്ട് തീർന്നോ? ചാടിച്ചാടി നിക്കേ, ഹൈ റേഞ്ച് ഒക്കെ അല്ലേ? ആ, ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം. ഫോറസ്റ്റ്. അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല. ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളിവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ. അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ. നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി? അവനെ പൂട്ടുവോ? ഓ, ഒരു രക്ഷയില്ല സാർ. കിട്ടിയ ഞാൻ അറിയിക്കാം. ഞാൻ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ഒന്നും ചെയ്യണ്ട, ഞാനിതിൽ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങ് ചെയ്യും. ചെയ്യൂ. അതാ എന്ത് വേണം ചെയ്യും. ചോറിന് കൂട്ടാൻ കാട്ടിറച്ചി വല്ലതും ഉണ്ടോ? ചക്കക്കുരു മാങ്ങിട്ട് വേണോ? അപ്പൊ ശരി. ശരി. മിക്കവാറും ഇയാളുടെ കയറി ഇറങ്ങൽ കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ കാര്യം ഉറപ്പാ. നോക്കി സുഖിയായിരിക്കട്ടെ. ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കുന്നു. അയ്യോ അല്ല, അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ ഒരു വർത്താനമുണ്ട്. അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളി വല്ലതും ഉണ്ടോ? അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല. അതേതായാലും നല്ലതാ. ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല, എല്ലാവരും ഒളിയല്ലേ. മറ്റേ വെടിയിറച്ചി. പഴയൊരു ബഹുമാനമൊന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല. ഒരുമാതിരി കാട്ടിറച്ചി നിന്നവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അല്ല, അതിന് അച്ഛൻ കഴിച്ചത് ശരവണ ഭവനിലെ മസാല ദോശയൊന്നും അല്ലല്ലോ. കാട്ടുപറമ്പിൽ അച്ചോന്ന് ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ചോന്നാ വിളിക്കുന്നത്. കർത്താവിന് ഇറവുണ്ട. കൊച്ചിന്റെ ഡ്രസ്സിനൊക്കെ എനിക്ക് കോയമ്പത്തൂർ പോകാൻ തോന്നിയേ. ഇല്ലെങ്കിൽ ഞാനും പെട്ടെന്നും ജസ്റ്റ് മിസ്സാ. എങ്ങുണ്ടായിരുന്നു ചേർച്ചി? എളുപ്പമായിരുന്നു. കേൾക്കാനുള്ളൊരു കൊതിക. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മനസ്സിലാവണ്ടല്ലോ. കപ്പ്യാരടക്കം ഒളിവ് പോയി. പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല. ഒറ്റയ്ക്ക് കുർബാന ചൊല്ലി ബോറടിച്ചോട്ടെ. ഞാൻ തോട്ടത്തിൽ നിന്ന് 2 ബംഗാളികളെ അയക്കാം. മലയാളമൊക്കെ നല്ലോണം അറിയാവുന്നവരാ. വെരി ഫ്ലുവന്റ്. എന്നാ അച്ഛോ? ലാലപ്പന്റെ ആണ്ടുകുമ്പസാരം കഴിഞ്ഞിരുന്നോ? അച്ഛൻ ഓർമ്മയില്ല. കഴിഞ്ഞ വലിയ ഞാനല്ലേ വന്ന് കുമ്പസാരിച്ചേ, ഓർമ്മയില്ല? എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിനുള്ള പാപം ചെയ്തേച്ചു വാ. ഒരു വിശ്വാസി വന്നിരിക്കുന്നു. താങ്ങിയതാണോ കാട്ടുപോർമ്മ? അച്ഛാ വേണം ജീപ്പേ പോ, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഈ കാട്ടുപോത്തിന്റെ ഇറച്ചിരുന്ന് എങ്ങനെയാ? പാവാണോ എന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. കൊന്തയെല്ലാം ഇരിക്കുമ്പോഴും നിന്റെ മാന്തലിന്റെ ഒരു കുറവില്ല. നിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. ചാച്ചനില്ലാത്ത നല്ല സൗകര്യം. അമ്മ, അവൾ ഏതൊരു ഫോണില് വാട്സാപ്പിലാന്നേ. ഓ, ഒരു ഗീവർ ഗീസ് പുണ്യാളെ. നിന്നെ എനിക്ക് അറിയാട്ടോ. എന്തോന്ന്? എനിക്ക് വിശക്കണെന്ന്. അല്ലെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാ. നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്തയെല്ലാം ഇരിക്കുമ്പോഴാണല്ലോ വിശപ്പ്. എന്താ അവിടെ ശബ്ദം? കണ്ട പന്നി വല്ലതും ഇരിക്കും. പറമ്പ് മുഴുവൻ കുഴിയല്ലേ. നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞു കാണും. എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ ഇരിക്കണത്? പിള്ളേര് എന്തെങ്കിലും ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് അത് ചീത്തയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു പറിച്ചങ്ങ് വാങ്ങിക്കും. പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ. അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി. നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് നീ കരഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു. എന്താ നിർത്തിയേ? എന്തിനാ പറഞ്ഞിട്ട് വെറുതെ. ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ. എന്താ ചിരിക്കണേ? നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് 1.5 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞുചേട്ടൻ പറയുമായിരുന്നു, ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന്. കെട്ട് കഴിഞ്ഞ് 6 മാസം എടുത്തു ട്രെയിനോടൊന്നും മിണ്ടാൻ തന്നെ. പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം? മറന്നു. അപ്പം മറന്നോ? പിന്നെ മറക്കണ്ടേ? ആരായാലും മറക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല. വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ്, അല്ലാതെന്താ? ശരിയാ. എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട്? ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത്. അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട്. അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട.
അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ? പ്ലാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ കത്തി കത്തി ചാരമാകുമ്പോൾ ആ ചാരം എടുത്ത് ഞാനെൻ്റെ നെറ്റിയിൽ ഒരു കുറി വരയ്ക്കും. നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി. അപ്പൊ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? പോണമല്ലോ. കൊണ്ടുപോകാൻ ആള് വരട്ടെ. ആര്? പാപ്പച്ചൻ ചേട്ടാ, പാപ്പച്ചൻ ചേട്ടാ, ഇതിൽ തേങ്ങ വെച്ചിട്ടാവുമായിരുന്നു. ദേ ആരുണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി ആരോടൊക്കെ വരുന്നു? ഇതിപ്പോ എനിക്കാണ് തയ്യല്ലോ. ഒന്ന് എവിടെയെങ്കിലും പോയി ഒളിക്ക്. ഈ ഗസ്റ്റുകളുടെ കാര്യം. അതല്ല രസം, റീനെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. കർത്താവേ, ബെന്നിച്ചൻ ചേട്ടൻ. അയ്യോ, പാപ്പച്ചൻ ചേട്ടൻ. കറക്റ്റ് ടൈമിന് ബെന്നി എത്തിയല്ലോ. ശേ സിസ്ലിക്കുട്ടി, കലല്ലേ എന്താ ഇത്? ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തന്നെ ഉണ്ടാവുമല്ലോ. പണ്ട് ഞാൻ തെറ്റാലിക്ക് മരയൊന്നിന് അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞായിരുന്നു ഞാനൊരു വലിയ ആളാകുമെന്ന്. പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തോണ്ടാ സിസ്ലിക്കുട്ടിക്ക്. ഇപ്പൊ ഞാൻ കാട്ടുപോത്തിനാണല്ലോ ഇവിടെ വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ ആളായി അല്ലേ? അതെ, വല്ല നടക്കുമോ? ഇനി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ സിസ്ലിക്കുട്ടി, കരയല്ലേ, കണ്ണുതിരിക്കണ വേസ്റ്റ് ആക്കല്ലേ. ഇനി എത്രയോ കരയാൻ കിടക്കുന്നു. ബെന്നിയെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത 2 ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു. ചേട്ടാ, ഞാൻ ഇന്നലെയും കൂടി ഇതിലേക്ക് ഇറങ്ങടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഷോട്ടാണ് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതം കുളമാക്കിയപ്പോ ചേട്ടന് സമാധാനമായില്ല. എന്താ സിസ്ലി കുട്ടി, ഇതൊക്കെ ഒരു സ്പോർട്സ് ആൻഡ് സ്പിരിറ്റ് എടുക്കണ്ടേ? വീണ്ടും ആൾ കൂടിയോ? തിരക്കുകളൊക്കെ മാറ്റി വെച്ചോടെ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എടാ ചോക്കൂടെ, നീയാണോ ജാഥ ക്യാപ്റ്റൻ? കണ്ടില്ലേ, പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റിയേക്കാം. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ. എടാ, അമ്പലക്കൊന്നും കോളനിക്കാരൊന്നും കാണുന്നില്ലല്ലോ. നീ അവരെയൊന്നും അറിയിച്ചില്ലേ? ഒരു ഉത്തരവാദിത്വമില്ല. പാപ്പച്ചോ, എന്റെ പൊന്നു സിസു, റീന നീ എന്താ കരയുന്നത്? ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഒട്ടും മനക്കെട്ടിയില്ല. വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ? വെനി, നിന്നെ വിട്ടോ? സിസു, നീ പേടിക്കണ്ട. ദേ വെനിച്ച നിൽക്കുന്നത് നല്ല പയർ വേറെ പോലെ. രാത്രി ഞാൻ പറഞ്ഞില്ലേ സിസു, നോട്ട് ഇൻജുറി ടു ഹെൽത്ത്. നല്ല ഇടി കിട്ടിയല്ലേ? മുടിയൊക്കെ വളർന്നോടാ. ചാച്ചൻ ജയിൽ മോചിതനായി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി അപ്പാച്ചി സ്റ്റൈൽ വെട്ടാം. ഞാനെന്നാ പോയിട്ട് വരാം. നിങ്ങൾ വരാണ്ടിരിക്കുക എന്ത് വെച്ച് ചെയ്തോ? ഈ 2 ദിവസം നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കണേരുതെന്ന് എനിക്കറിയണം. പറ. എന്നാലും ധൈര്യം സമ്മതിക്കണം, അതും പട്ടാ പകല്. കേന്ദ്രസേനല്ലേ? ബെന്നി, എടാ, അന്ന് നിന്നെ പൊക്കിയത് സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, പിന്നെ ആ കട്ടിലിൻ്റെ അടിയിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു 2 പേക്ക് അടിച്ചിട്ടുണ്ട്. DF ലീവിലാണോ? കണ്ടില്ല? യെസ്, വന്നേന് നന്ദി. റീനയ്ക്ക് സുഖല്ലേ? അകത്ത് പോയി ചോദിക്കും. ഇതൊക്കെ ഒരു പരസ്പര ധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? ധാരണ വേണം. സാറേ, സ്റ്റേഷനിലേക്കല്ലേ? ആനക്കൈ വഴി വിട്ടാൽ മതി. അത് ഞാൻ തീരുമാനിച്ചോളാം. മയിലാടുംപാറ വഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു, ഇമ്മോറൽ ട്രാഫിക്. പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കൈ വഴി തന്നെ പൊക്കോട്ടെ. ഓ, അത് അടുത്ത പ്രാവശ്യം ആട്ടെ. ആയിക്കോട്ടെ. എടാ, ചെറിയൊരു ജീവപര്യന്തം ഞാൻ ഉടനെ വരില്ലേ?
അതല്ല ആശാനെ. പറ മോനെ. എന്റെ സൈക്കിൾ എവിടെ വെച്ചേ? സാറേ പോവാം. ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പൊക്കെ അല്ലേ. അല്ല ബെന്നി, നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട. അവര് പഴയ സുഹൃത്തുക്കളൊക്കെ ആവുമ്പോൾ. ബെന്നിച്ച, നിങ്ങൾ വന്നു കയറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ. അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ? ബെന്നി, ഒരാഴ്ച മനുഷ്യനൊന്ന് ഉറങ്ങിയിട്ട് ഒതുക്കത്തെ കൊതുകും അവന്മാർ ഇന്റെ ചായക്കുന്നല്ല ചാച്ച. ചേട്ടായിക്ക് തല്ല് കിട്ടി. പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുകയല്ലെന്ന്. പാപ്പച്ചൻ എടി അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവോ? നിന്നെ തന്റെ ജോസഫ് അല്ലെന്ന് അവൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? നീ കിടക്കാണെങ്കിൽ കിടക്ക്. കിടന്നേ കിടന്നേ. സിസ്ലിക്കുട്ടി, നിങ്ങൾ എന്നെ അടി കെട്ടാഞ്ഞ്. എന്തോന്നാ? നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴും സംശയമാണല്ലേ? അതിന് നീ വേറെ ആളെ നോക്കണം. എടി അവൻ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ. കുറച്ച് കള്ളം പറയും. അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമാണോ? നിനക്ക് മക്കളുണ്ടായതിന് ദേ സ്റ്റേഷനിൽ കിട്ടിയതിന്റെ വാക്ക് ഞാൻ ഇവിടെ തരും കേട്ടോ. മിണ്ടാതെ കിടന്നോ. സിസ്ലി, എടിയ കഥയൊന്ന് പറഞ്ഞ്. സിസ്ലി കുട്ടി, ആ കഥയൊന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് കേക്കട്ടെ. പറയണോ? അന്തവും കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം. അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും. ഓ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? വീട്ടിലെ വിരുന്നുകാരാരെങ്കിലും വന്ന എവിടെയെങ്കിലും മാറി അങ്ങ് ഇരുന്നോണോ? ദേ അമ്പ കുര്യച്ചന്റെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണ നിനക്ക്? അതൊന്നും ഞാൻ തിന്നതല്ല. മൂത്ത മോളും കെട്ടിയോനും വന്ന അമ്മച്ചിക്ക് എപ്പോഴും വെപ്രാളോ. നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നുവോ പോളി? അവന് നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ? വക്കീല് വരുമാനോടുള്ള ഒരു സ്നേഹം. അതേടി, നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? എടി, അവരുടെ ചായപ്പില കിടക്കുന്നതെന്നൊരു ഓർമ്മ വേണം. അവന് പോലും ആ തന്തയുടെ അടുത്തൊരു വിലയില്ല, അറിയോ നിനക്ക്? പിന്നെ അവിടെ കയറാൻ നിൽക്കുന്ന നിനക്ക്. പാപ്പച്ചൻ ചേട്ടൻ പാവാ, പനിനീർപ്പൂവിലെ രാഘവനെ പോലെ. അയ്യാ, അവിടെ ഒരു പനിനീർപ്പവും പാപ്പച്ചനും. നിന്നെ എപ്പ കെട്ടിയെടുത്തതാടാ? നീയാണോ പോത്തിനെ വെട്ടിയത്? എടാ, ഒരു പോത്തിനെ തിന്നാനത്തെ സമയം എടുക്കുകയല്ലോടാ. ഇങ്ങനെ തെക്ക് വടക്ക് നടന്നാ മതിയോ പാപ്പച്ച? എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? ഇഷ്ടപ്പെട്ടില്ല. ഒരു അയൽവാസി എന്ന നിലയിൽ ഞാനൊന്ന് ഉപദേശിച്ചാൽ. ഒരു വക്കീല് അവനെ കാണുമ്പോ ക്രിമിനടിയാ. ഒരു ചവിട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ, വല്ല കോപ്പി അടിച്ച് പാസ്സായതായിരിക്കും. കോപ്പി അടിച്ചിട്ട് നീ പാസ്സായില്ലല്ലോ. കൊണ്ടൊന്ന് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈ അപ്പൻ എന്തിന്റെ കേടാണ്? എന്നെ കാണുമ്പോ ചൊറിച്ചിലാണല്ലോ. തന്തയായി പോയി. ആ പട്ടിയോടുള്ള സ്നേഹം പോലും എന്നോടില്ല. ഒരപ്പനും മോനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല. നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കണോ? എടാ, പട്ടി കുറയ്ക്കുന്നത് കേട്ടില്ലേ? അതിനെ കൂട്ടിക്കട്ടെ മേലെ. മണിക്കുട്ടി, ഈ പശുക്കുട്ടി ഇത് എവിടെ പോയി കിടക്കാണോ? എടി സിസിലി, എടി ഒന്ന് വന്ന് നോക്കിയാടി. എന്റെ ഈശോയെ, എന്റെ മണിക്കുട്ടി. എന്റെ മണിക്കുട്ടി, ഈ പട്ടി. നമ്മുടെ മണിക്കുട്ടി കണ്ടോ എങ്ങനെ പട്ടി. എന്റെ മണിക്കുട്ടീനെ ഇതെങ്ങനെ സഹിക്കേ? ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയേ ഉള്ളേ. എന്റെ ഈശോയെ, ഈ കാലമാറിന്റെ പട്ടി എന്റെ മണിക്കുട്ടീനെ. അയ്യോ, അതെങ്ങനെ വളർത്തി ശീലം വേണ്ടേ? കൊന്നു തിന്നുന്നതല്ല പാരമ്പര്യം. എന്റെ മണിക്കുട്ടി, ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തന്നോണോ? എന്നാലും എന്റെ മാതം ചേട്ടാ, ഇതിനെയൊക്കെ അഴിച്ചു വിടാമോ? പിള്ളേർ നടക്കുന്ന വഴിയല്ലേ? ഇതൊക്കെ സംഭവിച്ച പോലെ മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ?
അതിനെ അയാളങ്ങ് ചുട്ടു നിന്നോളും. അത്ര തന്നെ. പറഞ്ഞിട്ടുണ്ടല്ലോ കുലുക്കൊണ്ടോ നോക്കിയേ. മദൻ ചേട്ടാ വേണ്ട. അയ്യോ അമ്മേ, മണിക്കുട്ടി കിണറ്റി കിടക്കുന്നേ. പാടി ഒന്ന് ഓടി ചെല്ലു മനുഷ്യ. മാറി നോക്കട്ടെ. നീ ആ ചായപ്പിന്ന് കയറുന്നില്ല എടുത്തുണ്ടോ? അപ്പൊ പട്ടി കടിച്ചു കയറി തന്നെ? അതെന്നാ വാറുണ്ണിയേട്ടനറുത്ത എരുമ ഗർഭിണിയായിരുന്നു. അതിന്റെ കുട്ടിയാ. അന്ന് രാത്രി തന്നെ മാത്തച്ചായൻ അങ്ങേരുടെ ഇറച്ചിക്കട കത്തിച്ചു. മൊത്തം ഡാർക്കാണല്ലോ. ആരാത്? ആത്മാക്കളെ ഒന്നല്ല ഇപ്പൊ പേടി. ഇതിനിടയിൽ വല്ല ഫോറസ്റ്റുകാരും വന്നിരിക്കുന്നുണ്ടോന്നാ. ആ മതി ചവിട്ട്. കർത്താവേ, പോകുമ്പോൾ വലിയ വീടായിരുന്നല്ലോ. ഇവിടെ ആക്രിവേലയ്ക്ക് പകുതി വിറ്റോ? ജാമ്യം കിട്ടിയാ? ഇല്ല, ഒന്ന് മുള്ളിയേച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ. അയ്യോ, എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? എടേ, 5 ലോഡിൻ്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത്. ഇനി എല്ലാവർക്കും കൂടി പെറുക്കാൻ പോവാ. ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീല് ഞാൻ മാത്രം. സത്യം. എന്നെ വക്കീലെ, തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങൂല. ജാമ്യം കിട്ടി, പെരുത്ത് സന്തോഷമുണ്ട്. വക്കീലിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും. എന്നാ ശരിയെന്നാ. വെള്ളം ചൂടാക്കട്ടെ. എന്നെ പുഴുങ്ങാനാണോ? മാവിൻ്റെ കൊമ്പ്, തലച്ചോറ് വരട്ടിയത്. ഇനി ഈ വീട്ടിൽ പോതർച്ച കയറ്റിയാൽ നീ നിന്റെ വീട്ടിൽ ഇരിക്കും. ഞാൻ പറഞ്ഞത് വെറുതെ ഇരുന്ന് ഒരുത്തനെ മൂപ്പിച്ച് കാട്ടിക്കേറ്റിട്ട് പിഴിക്കായൂറ്റ. സ്റ്റാർട്ടാകുന്നില്ലേ പറ, ആക്രി വിലക്ക് എടുത്തോളാം. അതാവുമ്പം വീസി കുറയ്ക്കാമല്ലോ. പാപ്പച്ചൻ ചേട്ടൻ പറയുന്നതേ ജയിലൊക്കെ ധീരമാരി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയാണല്ലോ, ഇനി പെൻഷനും കിട്ടും. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടുമോ? ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. മതിയുടെ ഇളിച്ചത്. എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും. വേഗം കഴിച്ചോ, പിടിച്ചെന്നാ ഒന്നുമില്ല. ഈ മെക്സിരി എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാ. ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാതിരിക്കാൻ നല്ലത്. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവില്ലേ? ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നല്ലേ നാട്ടുകാർക്ക്. അല്ല സാറേ, ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത. ഫ്ലൈയിങ് സ്ക്വാഡ് കയറി വന്നതാ ആകെ പണിയായത്. ഇപ്പൊ അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ.
പാപ്പച്ചനപ്പ 4-5 കൊല്ലം അകത്താ അല്ലേ സാറേ? പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ്, ആ കുര്യാക്കോസില്ലേ, അയാൾക്കും കിട്ടിയല്ലോ 1.5 കൊല്ലം. ആ കേസ് ഇതുപോലെ തന്നെയല്ലേ? അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ, അതാ ഒരു വ്യത്യാസം. സംഭവം ആള് കൂടിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറവില്ലേ സാറേ? ഏയ് അങ്ങനെയല്ല അലക്സേ, ഇതിലെ പാപ്പച്ചൻ തൂങ്ങും. കേസ് നമ്പർ 3/2023 രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് 1-ാം പ്രതി പുത്തൻ വീട്ടിൽ പാപ്പച്ചൻ. ഹാജർ. നമസ്കാരം. നമസ്കാരം. എന്റെ ചേംബർ ഇതാണ്. അതാണല്ലേ? ഇളവുന്നുണ്ടല്ലോ? പറഞ്ഞാൽ വീഴും. കേറിക്കോ. ജഡ്ജി നമസ്കാരം. താങ്ക് യു. വായന അങ്ങനെ ശീലമൊന്നുമില്ല, എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലല്ലോ, അത്രേ ഉള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, അതിന് ഇതിനകത്ത് ആവശ്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. സൈലൻസ്, സൈലൻസ്. ഇന്ത്യൻ ഭരണഘടനയാ. പാപ്പച്ചൻ കൈവച്ചങ്ങ് പറഞ്ഞു വെച്ചാ മതി. അത് ഇതാണോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. പോരെ? അല്ല, ഇതാരെ പോളി വക്കീലോ? അതേ മാഡം. കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. കൃഷിയും പരിപാടിയൊക്കെ അങ്ങ് വിട്ടോ? തൽക്കാലം വിട്ടു മാഡം. നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോ ഈ വാഴ നനയ്ക്കലും വളവിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചു. ഇപ്പൊ അവരാ ബെസ്റ്റ്. ഓഹോ, അത്രയ്ക്ക് നല്ല കേസാണ്. അതെ മാഡം. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാം മാഡം. പ്രൊസീഡ്. യുവർ ഓണർ, കേരള സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ വക്കീലെ. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ്, വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകളുള്ളതാണ്. പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം 7 ദിവസമായി. അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വായും പൊളിച്ചിരിക്കുക. കഷ്ടമൊന്നല്ലാതെ എന്തു പറയാൻ. വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വക്കീലെ വേണ്ട. സോറി യുവർ ഓണർ. അതിനു മുമ്പല്ലേ നിങ്ങൾ ജാമ്യഹർജി എന്നത്? അത് പരിഗണിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? അല്ല, ഇല്ല മാഡം, ഈ കേസുമായിട്ട് പ്രതിയുടെ വക്കീൽ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം സമയമുണ്ട്. തൽക്കാലം അവിടെ ഇരിക്കേ. ആദ്യം ഇതിനൊരു തീരുമാനമാകട്ടെ. താങ്ക് യു യുവർ ഓണർ. എന്ത് പറഞ്ഞാലും ഫുള്ള് ഡാർക്കാണ്. അയ്യോ, ബഹുമാനപ്പെട്ട കോടതിയെ കുറിച്ചല്ല, ഈ ബ്യൂറോക്രസിയുടെ പിടിപ്പുകേടിനെ കുറിച്ചാ പറഞ്ഞത് മാഡം. ഉദ്യോഗസ്ഥ മേധാവിത്വം. അതാ കോടതി എന്റെയും കൂടെ ചോറല്ലേ മാഡം? അല്ല, ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്ന് പറ. ഞെട്ടുമെന്ന് നോക്കാമല്ലോ. ഉണ്ട് മാഡം. അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്. കൊടുത്തേക്ക്. എന്തോ എൻ്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം യുവർ ഓണർ. ഈ പത്രങ്ങളിലൊക്കെ പടം അച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചപാവമാണ് പാപ്പച്ചൻ. അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം. നിരപരാധിയാണ്, 100% നിരപരാധിയാണ് യുവർ ഓണർ. പ്ലീസ്. എന്താണോ പാപ്പച്ച ഇത്? താൻ പറയുന്നു താൻ പ്രതിയാണെന്ന്, തന്റെ വക്കീല് പറയുന്നു താൻ നിരപരാധിയാണെന്ന്. ഒരിക്കലും സർ. ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്ത എന്തൊക്കെയോ പറയുവാണ്. എടോ കോവെ തന്നെ ആരോടോ കേസ് ഏൽപ്പിച്ചത്? പാപ്പച്ചോ, ഇത് കോടതിയാ. മാഡം, ഞാൻ മാഡത്തിന്റെ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന 60ഓളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ, എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ്. അതെ മാഡം, ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്നാണ്. ദിവസം 4 ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ്. കോടതി ഇത് നുണയാണ്, പച്ചക്കള്ളം. ആ ബുക്കിംഗ് കൊടുത്തേ, അതിൽ കൈ വെച്ച് പറ. അതിന്റെ ആവശ്യമൊന്നുമില്ല. മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം. മാഡം, എന്റെ എഫേർട്സിലൂടെ, എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മാഡം, സന്തോഷമുണ്ട്. പ്രതിഭാഗം വക്കീല് ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനത്തിൽ ഇല്ല. വക്കീലിനും അറിയാവുന്നതല്ലേ. റിസൾട്ട് വരട്ടെ, അതുവരെ ജാമ്യത്തിൽ പൊക്കോട്ടെ.
കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? എന്നാ ശരി. ഞാൻ കാട്ടിക്കയറി വെടിവെച്ചത് എരുമയാണെന്ന് നിന്നോടാണ് പറഞ്ഞത്. നീ കുറെ വെടിവെച്ച് നിന്റെ തന്ത തന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന്. അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാടാ അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ? പേരക്കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് പോയില്ലേ? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. പോളി ഇതാ അവിടുന്ന് തന്നു വിട്ടതാ. അവിടുന്ന് തന്നു വിട്ടതാ കാട്ടുപോത്തിന്റെ ഇറച്ചി. ആണോ? മോള് തന്നു വിട്ടതാ. അവന്റെ മറ്റേടത്തെ കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ പിടുക്ക് ചുട്ടു നിന്നിട്ടുണ്ടോ ഈ മാത്തച്ഛൻ? എന്റെ അടുത്ത് അവന്റെ ഒരു എരുമയുടെ ചവ് കൊണ്ടുവന്നിട്ടോ അത് കാട്ടുപോത്ത് അമിച്ചു. ഗതി കെട്ടവൻ. കേരളക്കരയെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വഴിത്തിരിവിലേക്ക്. കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു. ഇറച്ചി എരുമയുടേതാണ്. ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം. ആരാധകരെ ശാന്തരാകും. എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും. ഞാൻ നിന്റെ ആരാധകർ ഒന്ന് പോയടാണ്. നീ കാരണമാണ് ഞങ്ങൾ ഗതിയിലായത്. ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? പോരാ ചെറിയൊരു പരിപാടി. നമസ്കാരം. ഡെപ്യൂട്ടി ഇല്ലേ? വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എന്റെ ആവശ്യമായി പോയില്ലേ? സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാ. ചായം കടിയൊന്നും എടുക്കല്ലേ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. അതാ വരണം വരൂ. ചോദിക്കട്ടെ? ഇരിക്കണം സാർ. ഇരിക്കൂ. ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല മടിക്കണ്ട, കടന്നു വരൂ. കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട. രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി. സത്യമല്ല? എല്ലാം കൊള്ളാം. പക്ഷേ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പോയിന്റ്. പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും? ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ ഞാൻ എടുത്തത്? പറ. നട്ടപ്പാതിരിക്ക് ഉറക്കം കളഞ്ഞ് കാട്ടി കയറിയിട്ട് അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുനാൾ കൊടിയിറങ്ങുമ്പോൾ പാപ്പച്ചൻ ഒന്നുകൂടെ കയറി. എന്തായാലും കാട്ടുപോത്ത് എരുമയെ മാറിയതിന് കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണിയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം? ചിന്തിക്കാം. ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി. പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽസ് വന്നിട്ട് ഇവിടെ ക്യാമറ കളിച്ചിട്ട് പോകും. വിളിക്കണം.
ഞാൻ നടക്കട്ടെ സാറേ. അപ്പൊ ശരി, അപ്പോ നമസ്കാരം. ആരും ബഹളം വെക്കണ്ട, ശാന്തരാവുകയും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാന്യമിത്രങ്ങളെ, രാജാക്കാട് പോത്ത് കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ ഖേദമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല. നമുക്ക് പിരിയാം. സന്തോഷം. തൊണ്ടിയിൽ ആമ്പല് കൊടുത്തുന്നു. നിന്റെ ഒരു എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. ഇവന് പ്രാന്താണ്. ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. മാറിയ കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച അവസാനം എന്നെ തോക്കൊണ്ട് ഒടിക്കലടാ കഴിവേറി. അപ്പച്ചാ എന്താടാ? ഒന്നുമില്ല. ഇനിയിപ്പൊ നിന്റെ കേസ് തരാതെ തീരുമാനമാവോ? പോലീസുകാരുടെ ഫോറസ്റ്റുകാരുടെ അവന്റെ ഒരു കൂത്തിക്കഴപ്പ്. അവിടെ നാറി നിന്റെ നോക്കിറങ്ങി പോയോ? മതി. അല്ല, അപ്പുറം നടയിക്ക്. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. അപ്പം പോയി. എടാ തങ്കച്ച, എന്തെങ്കിലും വഴിയുണ്ടോ? തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. എടാ അങ്ങേർക്ക് മുഴുത്ത വട്ട ആൾക്കാർ മുമ്പ് വെച്ച് ക്രിക്കറ്റ് കുത്തും. എൽസിയെ നമുക്കൊരു മനസ്സമ്മതം ഇല്ലായിരുന്നോടി? ഏത്? ഞാനും പോയി വല്ലതും കഴിക്കട്ടെ. കുഞ്ഞുമോളാണ് 2 തവണ വിളിച്ചായിരുന്നു. റീനെ പോയേക്കാണേ. എടാ ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ആരെ? ആന. അണ്ണാനും വാ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവക്കം പുച്ഛം. തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നോ അവിടെ? പിന്നെ അവിടെ നല്ല ഉഗ്രൻ. വേണ്ട, ഇനി തള്ളണ്ട. അല്ല, പോരായിരുന്നു. ജയിലല്ലേ. എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. പോത്തു പാപ്പച്ചൻ നല്ല പേരാ. എന്തായാലും പാമ്പ് പാപ്പച്ചൻ മാറി കിട്ടി. റീനെ, ആ ഫോറസ്റ്റുകാർ എന്ന് വന്നപ്പം കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ? ഞാൻ 1.5 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതും നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുവാടാ? പോയി കുളിക്കടാ, നിനക്ക് പള്ളി പോണ്ടേ? ഈ അമ്മച്ചിക്ക് എന്താ? നിന്നെയല്ലേ, അതെനിക്കുള്ളതാ. ഇതിനൊക്കെ കാരണക്കാരനോ ജെയിംസാ. മാറി ഡീ, ആ സാരി ഒന്ന് അലമാരിന്ന് എടുത്ത് പുറത്തു വെച്ചേ. ഏതാമ്മേ? പള്ളി പെരുന്നാളൊക്കെ അല്ലേ, നല്ല നല്ല സാരി എടുത്ത് കൊടുത്തോ, കളറാവട്ടെ. ഓ, വാങ്ങിച്ച അലമാരിൽ നിറച്ചു വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്കാൻ. എന്താണാവോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടല്ല, ആ ജെയിംസ് പള്ളി മുറ്റി തന്നെ കാണും. ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ അവന് നല്ല പണിയാവും, ചാച്ചന് നല്ല ഗുണമാവും. കാര്യാക്കണ്ട, തട്ടിക്കോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. പുതിയ സാരിയാണോ ഇത്? 2 വർഷം മുമ്പുള്ള പള്ളിപ്പെരുന്നാൾ എടുത്തതോ? ഓ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ? പിന്നെ ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ. അതാ ചോദിച്ചേ. അല്ല, പറയീന. എന്നെ കാണാൻ ഭംഗിയില്ലാന്ന് എപ്പോഴെങ്കിലും ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? പറ. എന്താ മോളെ ഇത്? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഹേയ്, തോന്നലൊന്നുമല്ല. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ചിരിക്കുമ്പോ ഈ ഓന്ത് ഇയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആ ഒരു അയ്യോ പോ കുന്തം. എടാ പാപ്പച്ചാ, ഇങ്ങ് വന്നേ. ഞാൻ കുളിച്ചു. ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയും കയറ്റി വിടും. ഓ, ഇതാ ഇപ്പൊ നന്നായേ. ആലും പടുത്തപ്പോ കാക്കയ്ക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെയാ. നീ ചെന്ന് വല്ല കമ്പിമരയോ വല്ല കോടാലിയോ വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച, ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേട്ടാ, എന്റെ പൊന്നു പാപ്പച്ച, നീ ഒന്ന് വാടാ. ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട് നടക്ക്.